ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യ കപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി യെവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശന വേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വില വർധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition. ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിൽ ഇതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻഗർ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഹോക്കി അണ്ടർ-18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ, വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന 4-ൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30-നാണ് മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30-ന് നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8ാം നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിക്കിനെയും, 2ാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി, അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. VD മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19-ന് സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യ കപ്പ് ഹോക്കി അണ്ടർ-18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ, വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.